കമൽഹാസൻ സ്റ്റാലിൻ്റെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തോടൊപ്പം ചേർന്നു. വിജയ് ഇനി അടുത്ത് ഭാരതീയ ജനതാ പാർട്ടി, അതായത് ഭാജക, ഭാരതീയ ജനതാ കക്ഷി, അവരോടൊപ്പം ചേരും എന്നൊരു കരക്കമ്പി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കേൾക്കുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, അതിനെക്കുറിച്ചൊരു മറുപടി പറയണമെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയം, പ്രത്യേകിച്ച് സമകാലിക രാഷ്ട്രീയം നമ്മളൊന്ന് വിലയിരുത്തിയെങ്കിലേ അത് പറ്റുള്ളൂ. തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പേരിൽ ഒരു പ്രദേശത്തെ, ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിൽ അടച്ചിട്ട് അവരുടെ ഭാഷാ വികാരം, തമിഴ് വികാരം അല്ലെങ്കിൽ ദ്രാവിഡ വികാരം, സംസ്കാരത്തിൻ്റെ വികാരം, ഇതൊക്കെ ഉണർത്തി അധികാരത്തിൽ തുടരുന്ന ഒരു രീതിയായിരുന്നു DMKയ്ക്കും AIADMKയ്ക്കും ഉണ്ടായിരുന്നത്. അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. കാരണം ഇന്ന് തമിഴ്നാടും ഇന്ത്യയും, നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണല്ലോ തമിഴ്നാട്. തമിഴ്നാട്ടിൽ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ വന്നിരിക്കുന്നു. തമിഴ്നാട്ടിലെ ചെറുപ്പക്കാർ വളരെയധികം ആളുകൾ അഭ്യസ്തവിദ്യരാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിലാണ്. എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് തമിഴ്നാടിന് പുറത്ത് പോയി അവർക്ക് ജീവിക്കണമെങ്കിൽ ഇംഗ്ലീഷ് വേണം. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകണമെങ്കിൽ ഹിന്ദി അനിവാര്യമാണ്. അപ്പോൾ ഹിന്ദിക്ക് പ്രാധാന്യം കൊടുക്കാത്ത രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ ഇന്ത്യയിൽ. ഒന്ന് കേരളവും മറ്റൊന്ന് തമിഴ്നാടും. കേരളീയൻ നേരെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി. ഒരു പറ്റം ആളുകൾ വളരെ മുമ്പ് തന്നെ മുംബൈയിൽ പോയി. മലയാളി എങ്ങനെ എറിഞ്ഞാലും നാലുകാലം നിൽക്കുന്നവന്. അവൻ തമിഴ് ചെന്നാൽ നല്ല മനോഹരമായിട്ട് തമിഴ് സംസാരിക്കും. ഉഗണ്ടയിൽ ചെന്നാൽ അവൻ്റെ പ്രാകൃതൻ്റെ ഭാഷ സംസാരിക്കും. എന്നും സംസാരിക്കും മലയാളി. പക്ഷേ തമിഴിന് അങ്ങനെയല്ല. തമിഴിന് വല്ലാത്ത ഒരു വികാരം തമിഴ് ഭാഷയോടുണ്ട്. അതുപോലെ തന്നെ ദ്രാവിഡ സംസ്കാരത്തോടുമുണ്ട്. അതിൻ്റെ പേരിലാണ് ഇത്രയും കാലം ഇവർ ഓടിക്കൊണ്ടിരുന്നത്. ഉടൽ മണ്ണുക്ക് ഉയിർ തമിഴുക്ക്, അവരുടെ ഒരു മോട്ടോ തന്നെ അതാണ്. അപ്പം അത് ആ ഒരു ലെവലിൽ ഉടൽ മണ്ണുക്കും ഉയർ തമിഴിനും ഇല്ലേ, തമിഴുക്കും. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തമിഴ് വലിയൊരു ഭാഷയാണ്, വലിയൊരു ക്ലാസിക്കൽ ലാംഗ്വേജ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലാസിക്കൽ ഭാഷ, പാരമ്പര്യമുള്ള ഭാഷ തമിഴ് തന്നെ. പക്ഷേ അത് എക്കാലത്തും തമിഴ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയം കൊണ്ടുപോകുന്നതിനുള്ള പരിമിതി ഭാഷയെയും സംസ്കാരത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ലോകം വികസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്ത് ഈ പുതിയ ചെറുപ്പക്കാരെ വെറും ഭാഷയുടെയോ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെയോ പേരിൽ ഒന്നിപ്പിച്ച് നിർത്തുക, രാഷ്ട്രീയമായി വോട്ട് വാങ്ങി ജയിക്കാനുള്ളൊരു മാർഗമാക്കി മാറ്റുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടേക്കാണ് ഇപ്പോൾ തമിഴ് രാഷ്ട്രീയം പോകുന്നത്. തമിഴ് രാഷ്ട്രീയത്തിന് ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇത് രണ്ടും വളരെ മനോഹരമായിട്ട് മിക്സ് ചെയ്താണ് DMK അധികാരത്തിലെത്തിയത്. DMKയ്ക്ക് രണ്ട് മുഖമായിരുന്നു. ഒന്ന് ആദ്യം ഇത് അണ്ണാദുര തുടങ്ങി, അത് MG രാമചന്ദ്രനും കരുണാനിധിയും കൂടെ ഏറ്റെടുത്തു. അവിടെ ഒരു ഈഗോ ക്ലാഷ് വന്നു. ഈഗോ ക്ലാഷ് വന്നപ്പോൾ രണ്ടുപേരും, ഒരാൾ തിരക്കഥാകൃത്തായിരുന്നു, മറ്റൊരാൾ സിനിമാ നടനുമായിരുന്നു. അപ്പോൾ മക്കൾ തിലകം, MG രാമചന്ദ്രൻ മക്കൾ തിലകമാണ്. അപ്പോൾ അദ്ദേഹം തമിഴേ സംസാരിക്കുമായിരുന്നു. അപ്പോൾ മനോഹരമായിട്ട് തമിഴ് സംസാരിക്കുന്ന ആളാണ്. തമിഴ് ജനിച്ച് വളർന്ന ആളിനെ പോലെ തന്നെ തമിഴ് സംസാരിക്കുന്ന ആളാണ്. ആന്ധ്രാക്കാരനാണ് കരുണാനിധി. കരുണാനിധിയും നന്നായിട്ട് സംസാരിക്കും, നല്ല മനോഹരമായിട്ട് തമിഴ് എഴുതുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ കരുണാനിധിയുടെ ഒരു സ്ക്രിപ്റ്റ് DMK വളർത്തിയിൽ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അന്ന് ഒരു തമിഴനൊരിക്കൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ DMKയുടെ ഏതോ നേതാവ്, കരുണാനിധി തന്നെയാണെന്ന് തോന്നുന്നു, അദ്ദേഹം വരാൻ താമസിച്ചു കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കരുണാനിധി വന്നു, അദ്ദേഹം പ്രസംഗം അങ്ങോട്ട് തുടങ്ങുകയാണ്. സമയം 10 കൺകളിൽ നിദ്രയി. അവിടത്തേക്ക് ആളുകളെല്ലാം എണ്ണിച്ചു വീണു. അതൊരു കവിതയാണ്, ആ സ്ക്രിപ്റ്റാണ്. അവിടത്തേക്ക് ആളുകളെല്ലാം എണ്ണിച്ച് കൈയടിച്ചു. അതാണ് ആ തമിഴ് ഭാഷ പ്രയോഗത്തിൻ്റെ ഒരു രീതി. അപ്പോൾ അത്തരത്തിൽ ആളുകളെ ഇളക്കാനുള്ള ഒരു സ്ക്രിപ്റ്റ് കരുണാനിധിയുടെ കയ്യിലുണ്ടായിരുന്നു. സ്ക്രിപ്റ്റാണ് കരുണാനിധിയുടെ കയ്യിലിരുന്നത്. പക്ഷേ ആളുകളെ ഇളക്കാനുള്ള അഭിനയ ശൈലി, ഡയലോഗും MG രാമചന്ദ്രൻ്റെ. നിനത്തതയും മുടിപ്പവനായിരുന്നു MG രാമചന്ദ്രൻ. മരണം വരെ നിനത്തത് മുടിപ്പവൻ തന്നെയായിരുന്നു. അപ്പോൾ ആ തരത്തിൽ അദ്ദേഹം അതിനെ കൊണ്ടുപോയി. പിന്നീടാണ് മാറ്റങ്ങൾ വന്ന്, ജയലളിത വന്നു, ഒരുപാട് കാര്യങ്ങൾ വന്നു. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഈ ദ്രാവിഡ രാഷ്ട്രീയം വന്നപ്പോൾ അവിടെ ആകെപ്പാടെ തകർന്നു പോയത് കോൺഗ്രസ് രാഷ്ട്രീയമാണ്. അപ്പോൾ കോൺഗ്രസിനെ അവർ പഴിച്ചിരുന്ന മുഴുവൻ ഹിന്ദി ബെൽറ്റിൻ്റെ പാർട്ടിയായിട്ടാണ്, ഹിന്ദി അടുപ്പിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് അവർ കോൺഗ്രസിനെ ബ്രാൻഡ് ചെയ്തിരുന്നത്. അതേ ബ്രാൻഡിങ്ങാണ് അവർ BJPക്കെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനെ ആ ബ്രാൻഡിങ് നടത്തിയപ്പോൾ, അന്ന് ആ ബ്രാൻഡിങ് നടത്തിയത് MG രാമചന്ദ്രനോ കരുണാനിധിയോ അണ്ണാദുരയോ ഒക്കെ ആയിരുന്നു. അവർക്ക് ജനങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. അവരാരും അഴിമതിയൊക്കെ ഉണ്ടായിരുന്നു, അഴിമതിക്കാരാണെന്ന് ബ്രാൻഡ് ചെയ്യപ്പെട്ട ആളുകളായിരുന്നില്ല. അതേസമയം സ്റ്റാലിൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്
സ്റ്റാലിൻ്റെ ഗവൺമെൻറ് കറപ്റ്റ് ഗവൺമെൻറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ 2G സ്പെക്ട്രം അഴിമതി കേസിൽപ്പെട്ട കനിമൊഴിയും രാജായും ഒക്കെ. പിന്നെ സ്റ്റാലിൻ്റെ മകനാണ് ഉദയനിധി സ്റ്റാലിൻ. അയാൾ ഒട്ടും ജനങ്ങളെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഒന്നും അയാളുടെ പേഴ്സണാലിറ്റി ഡൈനാമിക്കല്ല, ഒട്ടും ഡൈനാമിക്കല്ല. വിജയമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഒരു കുന്തവുമല്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ തമിഴ് രാഷ്ട്രീയം പലതരത്തിൽ കലുഷിതമാണ്. ആധുനിക യുഗത്തിൽ ഹിന്ദി പഠിച്ചെങ്കിലേ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് പോയി ജീവിക്കാൻ കഴിയുമെന്ന് അഭ്യസ്തവിദ്യരായ തമിഴർ കരുതുന്നു. തമിഴ് നമ്മുടെ ഭാഷയാണ്, മാതൃഭാഷയാണ് തമിഴ്, അതൊട്ടും വില കുറച്ച് കാണണ്ട. പക്ഷേ മറ്റൊരിടത്ത് ജീവിക്കാൻ പോകുമ്പോൾ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്ന പോലെ ഹിന്ദി പഠിച്ചാലും തെറ്റില്ല എന്ന തലത്തിലേക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിന്ദി സിനിമകൾ തമിഴ്നാട്ടിൽ നന്നായിട്ട് ഹിന്ദി സിനിമ ഓടുന്നുണ്ട്. അത്രമാത്രം വലിയ ഭാഷാ പ്രേമം ഉണ്ടെങ്കിൽ ഹിന്ദി സിനിമ അവിടെ ഓടില്ലല്ലോ. അപ്പോൾ ഹിന്ദി സിനിമാ താരങ്ങൾ അവിടെ അത്യാവശ്യം പോപ്പുലറാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ അനീഷ് സൂചിപ്പിച്ച പോലെ ഇതിനോടൊപ്പം തന്നെ മറ്റ് ചില കമ്മ്യൂണൽ ഇക്വേഷൻസും തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ ഒന്ന് ഗൗണ്ടർ വളരെ പ്രബലമായൊരു കമ്മ്യൂണിറ്റിയാണ്. തേവർ അവർ വളരെ മിലിറ്റൻ്റാണ്. അവരെ ഈ ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ ബ്രാഹ്മണരല്ല ദളിതരെ പീഡിപ്പിക്കുന്നത്. ഇവർ ഈ ദളിതരും ഗൗണ്ടറും ഈ തേവന്മാരും ഒക്കെയാണ് പലപ്പോഴും ക്ഷേത്രത്തിൽ ദളിതരെ കയറ്റാൻ അനുവദിക്കാതിരിക്കുക. ബ്രാഹ്മണന്മാർക്ക് അതിൽ വലിയ റോളൊന്നുമില്ല, അവർ ഇതിനകത്ത് ഇടപെടാറേ ഇല്ല. അപ്പം ബ്രാഹ്മണന്മാർ കുറച്ച് വളരെ കുറവാണ് തന്നെ. അപ്പോൾ ചെട്ടിയാരന്മാരുണ്ട്, പിന്നെ അയ്യങ്കാരന്മാരുണ്ട്, പറഞ്ഞ പോലെ ഗൗണ്ടർ, തേവർ, പിന്നെ ഇങ്ങനെ ഒരുപാട് ദളിതരുണ്ട്. പിന്നെ മുസ്ലിങ്ങൾക്ക് ചില പ്രത്യേക ബെൽറ്റിൽ നല്ല സ്വാധീനമുണ്ട്. കോയമ്പത്തൂർ പോലുള്ള നാഗപട്ടണം ചില സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് നല്ല സ്വാധീനമുണ്ട്. പിന്നെ വ്യാപകമായി കൺവേർഷൻ നടന്നൊരു സ്റ്റേറ്റാണ് തമിഴ്നാട്. അവിടെ പെന്തിക്കോസുകാരുടെ ചർച്ചുണ്ട്. ഈ ദിനകരൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ അവരുടെ ഒരു സ്വാധീനമുണ്ട്. അങ്ങനെ തമിഴ്നാട്ടിലെ ഒരു കമ്മ്യൂണൽ ബാലൻസിങ് നോക്കിയാൽ പല സെക്ടറിലായിട്ട് അത് സ്കാറ്റേഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളെ ചേർത്ത് നിർത്തിയെങ്കിലേ തമിഴ്നാട്ടിൽ അധികാരം പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇവർക്ക് ആകെപ്പാടെ എല്ലാവരും കൂടെ ബ്രാഹ്മണ വിരോധം പറയുന്നതിൻ്റെ കാര്യം ബ്രാഹ്മണ റൂട്ടി എണ്ണത്തിൽ കുറവാണ്, അതുകൊണ്ട് വലിയ ഡാമേജ് ഇല്ല. പക്ഷേ ബ്രാഹ്മണ വിരോധം പറഞ്ഞവരാണ് ജയലളിത എന്ന് പറയുന്ന ബ്രാഹ്മണ സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കിയത്. അവരുടെ അച്ഛൻ കർണാടകക്കാരനാണ്, തമിഴിനുമല്ല. ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇതിനെയൊക്കെ അതിജീവിച്ച് വരാൻ വളരെ നിസ്സാരമാണ് ഒരു പേഴ്സണാലിറ്റി ഒരു നേതാവിനുണ്ടെങ്കിൽ. ജയലളിതയെ ബ്രാഹ്മണ സ്ത്രീയാന്ന് പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചു, വല്ലതും നടന്നു? ഒന്നും നടന്നില്ലല്ലോ. കരിസ്മാറ്റിക് ലീഡർ ആയിരുന്നു എം ജി രാമേന്ദ്രനോ? എം ജി രാമേന്ദ്രൻ മലയാളിയാണ് എന്ന് പറഞ്ഞ് എം ജി രാമേന്ദ്രനെ മലയാളിത്താൻ എന്നൊക്കെ പറഞ്ഞ് കരുണാനിധി അപമാനിച്ചില്ലേ? അപ്പോൾ എം ജി രാമേന്ദ്രൻ ചോദിച്ചു, നീ എവിടെ നിന്നാണ് വന്നത്? താൻ ഇവിടുന്ന് കർണാടക ആന്ധ്രയിൽ നിന്ന് വന്നവനല്ലേ ഇത് ചോദിച്ചപ്പോൾ അത് തീർന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കരിസ്മാറ്റിക് ലീഡറെ അതൊന്നും വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത്ര ഒരു കരിസ്മാറ്റിക് ലീഡർ എല്ലാ സമൂഹത്തിനെയും എല്ലാ സമുദായങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു കരിസ്മാറ്റിക് ലീഡർ ഇന്ന് തമിഴ്നാട്ടിലില്ല. സ്റ്റാലിൻ അധികാരത്തിലിരിക്കുന്നു, അതിനർത്ഥം സ്റ്റാലിൻ ഒരു കരിസ്മാറ്റിക് ലീഡറാണെന്നല്ല. പിന്നെ സ്റ്റാലിൻ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റാലിൻ്റെ ആരോഗ്യമാണ്. സ്റ്റാലിനെ നിലനിർത്തിയിരിക്കുന്ന ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ CPM പോലെ വളരെ ശക്തമാണ് DMK, അവരുടെ കേഡർ സിസ്റ്റം. ഇതൊക്കെയാണ് അവിടെ. ഇതാണ് ഈ റിയാലിറ്റിയിലാണ് നമ്മൾ ഈ വിജയുടെ വരവിനെ കാണേണ്ടത്. തമിഴക വെട്രിക്കഴകം. തമിഴക വെട്രിക്കഴകം ഒരു സിനിമാ താരം എന്നുള്ള നിലയിൽ അദ്ദേഹം ലോഞ്ച് ചെയ്ത പാർട്ടിയാണ്. അനീഷ് ആലോചിച്ച് നോക്കണം, ഈ സിനിമാ താരം എന്നുള്ള നിലയിൽ അദ്ദേഹം ഉലകനായകൻ കമൽഹാസൻ കൊണ്ടുവന്നത് മക്കൾ നീതി മയ്യം, അത് മയ്യത്തായില്ലേ? കമലഹാസൻ തന്നെ നിന്ന് തോറ്റുപോയി. അപ്പോൾ തമിഴിന് എങ്ങനെയാണ് കമലഹാസൻ? നമ്മൾ പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ പുറത്തുനിന്നൊക്കെ പോകുമ്പോൾ കമലഹാസനോട് വലിയ സംഭവമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കോയമ്പത്തൂർ നിന്ന് 8 നിലയിലാണ് പുള്ളി പൊട്ടിപ്പോയത്. അപ്പോഴാണ് മനസ്സിലായി കമലഹാസനൊക്കെ അത്രയും വെയിറ്റ് അവിടെ ഉള്ളൂ. അപ്പോൾ ഇനിയും വിജയ് വരുന്നു. കമലഹാസനെ പോലെ വളരെ പോപ്പുലർ ആക്ടറാണ് വിജയ്. നമ്മളിതുവരെ വിജയുടെ ജനപിന്തുണ എന്താണെന്ന് നമ്മൾ പരിശോധിച്ചിട്ടില്ലല്ലോ. വിജയ് അടുത്ത് വരുമ്പോൾ ആളുകൾ കൂടും, പ്രസംഗം കേൾക്കാൻ വരും. അതിന് വിജയ് വരണമെന്നില്ല. മരിച്ചുപോയ സിൽക്ക് സ്മിത വരുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി കൂടുതൽ ആളുകൾ കൂടുമായിരുന്നു. അവർ വളരെ പോപ്പുലറായിരുന്നു, ആളുകൾ കാണാൻ കൗതുകത്തോടെ വരുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ വിജയ് എന്ന് പറയുന്ന ഒരാളൊരു ഒരു ഒരു പ്രസ്ഥാനം തുടങ്ങി, തമിഴക വെട്രിക്കഴകം. ഓക്കെ, അതും ഇതുപോലെ തന്നെ ഒരു സിനിമാ താരം തുടങ്ങിയാണല്ലോ വിജയകാന്തിൻ്റെ. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാകാൻ കഴിഞ്ഞു, പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ നിന്ന് തോറ്റുപോയി. അപ്പോൾ ഈ സ്റ്റാലിൻ വന്നതോടുകൂടി സിനിമാ പൊളിറ്റിക്സ് മാറിയിട്ട് ദ്രാവിഡ പൊളിറ്റിക്സിലേക്ക് കളിക്കുകയാണ് സ്റ്റാലിൻ ചെയ്തത്. കാരണം സ്റ്റാലിൻ ഒരു സിനിമാ താരമല്ല,
ജയലളിത എം ജി രാമേന്ദ്രനും സിനിമാ താരങ്ങളായി. പൊളിറ്റിക്സ് ആയിരുന്നു. അപ്പോൾ അവർക്കത് പറ്റുമായിരുന്നു. ഇനി വീണ്ടും സിനിമയിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു പ്രതീതിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിൽക്കുന്നത് വിജയ് വരുന്നതോടുകൂടി. വിജയിയുടെ ഒരു ജനസ്വാധീനം എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ വിജയ് ഇലക്ഷൻ തന്നെ മത്സരിച്ചെങ്കിലേ പറ്റുള്ളൂ. അതായത് 2026 തിരഞ്ഞെടുപ്പിൽ വിജയ് ഒറ്റയ്ക്ക് മത്സരിക്കും, BJP-യുമായി ഒരു ബാന്ധവത്തിന് അദ്ദേഹം നിൽക്കാൻ സാധ്യതയില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ഞാനത് കണക്ക് കൂട്ടുന്നത് വിജയ് ആദ്യം തൻ്റെ വിലപേശൽ ശക്തി വർദ്ധിപ്പിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അതായത് പെട്ടെന്ന് പോയി പിന്നെ BJP AIADMK സഖ്യത്തിലേക്ക് പോകുന്നതിന് പകരം വിജയ് തന്നെ നിന്ന് കുറച്ച് സീറ്റുകൾ വിജയ്ക്ക് പിടിക്കാൻ പറ്റിയാൽ വിജയ്ക്ക് വിലപേശാൻ പറ്റും. ഒരു മുന്നണി സംവിധാനത്തിലേക്ക് പോയാൽ വിജയ്ക്ക് വിലപേശൽ എളുപ്പമല്ല. പക്ഷെ അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം വെച്ചാൽ മുന്നണി സംവിധാനത്തിലേക്ക് പോകുമ്പോൾ സീറ്റുകളുടെ എണ്ണം കുറയും. അദ്ദേഹം ചോദിക്കുന്ന സീറ്റുകളെല്ലാം മുന്നണി കൊടുക്കണമെന്നില്ലല്ലോ. അപ്പം അദ്ദേഹത്തിന് ലിമിറ്റഡ് സീറ്റാവും. മറ്റേ തമിഴ്നാട്ടിൽ എത്ര സീറ്റുണ്ടോ അത്രയും സീറ്റിലേക്ക് വിജയ്ക്ക് മത്സരിക്കാം. 234 സീറ്റിലും വിജയുടെ പിള്ളേർ കയറി മത്സരിക്കാം. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ വിജയുടെ മുന്നിലുള്ള സാധ്യതയും വെല്ലുവിളിയും ഇത് തന്നെയാണ്. വിജയുടെ മുന്നിലുള്ള സാധ്യത വിജയെ പോലെ സ്വാധീനമുള്ള ഒരു സിനിമാ താരത്തിനെ BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനിവാര്യമാണ്. സ്റ്റാലിൻ്റെ ഗവൺമെൻറ്റിനെ മറിക്കണമെങ്കിൽ DMK-യെ നേരിടണമെങ്കിൽ BJP-ക്ക് തന്നെ പറ്റില്ല. പക്ഷേ അവർക്ക് അത്യാവശ്യം സ്ട്രോങ് സപ്പോർട്ട് ആവശ്യം. അവിടെ താങ്കൾ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഈ തമിഴ് ഭാഷ എന്ന് പറയുന്നൊരു വികാരമാണ് അവിടെയുള്ള പ്രാദേശിക പാർട്ടികൾ, ദ്രാവിഡ പാർട്ടികൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയും ഏതാണ്ട് അതേ ലൈനിൽ തന്നെയാണ് ആ പാർട്ടിയുടെ നയപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തമിഴ് വാഴ്ക, നമുക്ക് ഹിന്ദി വേണ്ടെന്നാണ് വിജയും പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിജയ്ക്ക് എങ്ങനെ BJP-യുമായി സമരസപ്പെടാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമില്ലേ? അല്ല, തമിഴ് വാഴുക ഹിന്ദി വേണ്ടെന്നൊക്കെ പറയുന്നത് ഒരു പ്രകടനം മാത്രമാണ്. ഷോ എന്നാൽ അതായത് വിജയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് വിജയുടെ പിന്നെ ഉടമസ്ഥയിൽ നടക്കുന്ന സ്കൂളുകളുണ്ട്, അവിടെ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. സ്റ്റാലിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. ഹിന്ദി അനിവാര്യമാണെന്ന് വിജയ്ക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അവരുടെ മക്കളെല്ലാം CBSE സ്കൂളിൽ ഇപ്പോൾ ഹിന്ദി പഠിച്ചിട്ടുണ്ട്. സ്റ്റാലിൻ്റെ കൊച്ചുമക്കൾ ഉൾപ്പെടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടെന്നുള്ള ജനം അറിയുന്നത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇപ്പം അവിടുത്തെ തമിഴ്നാട്ടിലെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും DMK-യുടെ നിയന്ത്രണത്തിലാണ്. അവർക്ക് രണ്ടിനെയും സ്വാധീനിക്കാൻ പറ്റും. അതെ, സൂര്യയും മറ്റേപോലെ തന്നെ അവരുടെ നെറ്റ്വർക്ക് മുഴുവൻ അവരുടെ. പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്ത് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ ഉണ്ട്. അവിടെയാണ് നമ്മൾ അണ്ണാമലയെ കാണേണ്ടത്. അണ്ണാമല ഇവരെല്ലാം തിരസ്കരിച്ചൊരു നേതാവാണ്. അണ്ണാമല അവിടെ പിന്നെ എൻ മണ്ണ് എൻ മക്കൾ എന്ന് പറഞ്ഞ ഒരു പരിപാടി തുടങ്ങുന്നത് തന്നെ സോഷ്യൽ മീഡിയയിലൂടെയാണ്. വളരെ കുറച്ച് ആളുകളല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. പക്ഷെ പിന്നെ വലിയൊരു മൂവ്മെൻ്റ് ആക്കി വിജയ് മാറ്റിയില്ലേ, അണ്ണാമല മാറ്റിയില്ലേ. അപ്പോൾ ഇത് അണ്ണാമല BJP-യുടെ സ്ട്രോങ് ആയ ഒരു അടിത്തറ ഉറപ്പിച്ചു കഴിഞ്ഞു BJP-ക്ക്. അതൊരു നിസ്സാര കാര്യമല്ല. കേരളത്തിലെ BJP നേതൃത്വത്തിന് ചെയ്യാൻ കഴിയാതെ പോയത് അണ്ണാമലയ്ക്ക് തമിഴ്നാട്ടിൽ ചെയ്യാൻ പറ്റി. കാരണം അണ്ണാമല ഗ്രാമത്തിലേക്ക് ഇറങ്ങി, ജനങ്ങൾ അണ്ണാമലയെ സ്വീകരിച്ചു. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അണ്ണാമല പറഞ്ഞു. അണ്ണാമലയ്ക്ക് ഗ്രൂപ്പില്ലായിരുന്നു. അണ്ണാമലയുടെ കൈകൾ കളങ്കിതമായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അണ്ണാമലയെ ജനം സ്വീകരിച്ചു. കേരളത്തിൽ അങ്ങനെ ഒരു നേതാവിനെ ഡെവലപ്പ് ചെയ്യാൻ BJP-ക്ക് കഴിഞ്ഞില്ല. കേരളത്തിലൊരു ഗ്രാമത്തിലിറങ്ങി ഒരു ജാഥ നടത്തിയാൽ 10 പേരെ ഗ്രൂപ്പില്ലാതെ ഒന്നിപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഒരു നേതാവാറുണ്ട് കേരളത്തിലെ BJP-ക്ക്? അത് കഴിഞ്ഞില്ലല്ലോ. ഞാനതാ പറഞ്ഞത്. അണ്ണാമല ഉറച്ച അടിത്തറ BJP-ക്ക് പാകാൻ അവിടെ അണ്ണാമലയ്ക്ക് കഴിഞ്ഞു. അത് നാളെ BJP-യുടെ ഒരു അസറ്റാണ്. അത് വെച്ചുകൊണ്ടായിരിക്കും BJP അവിടെ നിൽക്കുന്നത്. പ്രസിഡന്റ് ആരും ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വിജയ് ഇവിടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുന്നത്. അതല്ല അദ്ദേഹം ഇനിയും മുന്നണിയിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നാലും അദ്ദേഹത്തിന് കംഫർട്ടബിൾ സീറ്റ് അദ്ദേഹം ചോദിക്കും. അതാ മുന്നണിക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മുന്നണിയിലോട്ട് ചെന്നാൽ സുരക്ഷിതമായി ഒരു ഇരിപ്പിടം ആ മുന്നണിയിൽ കിട്ടുമോ എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ പറ്റില്ല. എന്തായാലും വിജയുടെ തീരുമാനങ്ങൾ എന്താ? ഇപ്പം സോഷ്യൽ മീഡിയയിലുള്ള കരക്കമ്പികൾ മാത്രമാണ് വിജയ് അങ്ങോട്ട് പോകും എന്നുള്ളത് നാട്ടുകാർ തീരുമാനിച്ച് പറയുന്ന കാര്യങ്ങളാണ്. വിജയമായിട്ട് ഇതിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ അധികം വൈകാതെ തമിഴ്നാട് പൊളിറ്റിക്സിൽ ചില നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് കേൾക്കുന്നത്. നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം, പരിശോധിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.